ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി കപ്പയും ചിക്കൻ കറിയും. വെള്ളിയാഴ്ചയൊക്കെയല്ല, അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് മസാല തിരുമ്പി വെക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് തൈര്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് മസാല തിരുമ്പിയിട്ട് ഒരു 5 മിനിറ്റ് വിസിൽ വയ്ക്കുക. അതിന് ശേഷം നമുക്ക് കറിക്ക് വേണ്ട ഉള്ളി പേസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് വാടി വന്ന ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളി വെന്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മാഗി ക്യൂബിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ മാഗി ക്യൂബിൻ്റെ പൊടിയാണ്. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക. 3 ടീസ്പൂൺ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യം ഉപ്പിട്ട് കൊടുക്കുക. മിക്സ് ശേഷം നമുക്ക് അതിനെ മാറ്റിയെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ചൂടാറിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. ചൂടാറിയിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അതിന് ശേഷം ഒരു ഫ്രൈ പാൻ വയ്ക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫുള്ള് വെളിച്ചെണ്ണയിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം പൊരിച്ച് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കണം. മീഡിയം പൊരിക്കാനാണ് പാടുള്ളൂ. ഡ്രൈ ആയി പൊരിക്കരുത്. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് 10 മിനിറ്റ് ഒന്ന് തിളയ്ക്കാനുള്ള ടൈം കൊടുക്കുക. തിളപ്പിച്ച് കഴിഞ്ഞാൽ സംഗതി വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം കപ്പ റെഡിയാക്കുള്ള പരിപാടി നോക്കാം. കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില, കുറച്ച് പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കടുക് പൊട്ടിക്കണം കപ്പയിൽ, അത് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടി ഉള്ളി കട്ട് ചെയ്ത് വെച്ച തേങ്ങയും എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ കുത്തി മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ റെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ.